എഡ്യൂകേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. മുട്ടത്തോടിലെ പ്രധാന രാസവസ്തു. മുട്ടത്തോടിലെ പ്രധാന രാസവസ്തു. ഓപ്ഷൻ സി കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് ആണ് മുട്ടത്തോടിലെ പ്രധാന രാസവസ്തു. ഷഡ്പദങ്ങളുടെ വിസർജനാവയവം ഏതാണ്? ഷഡ്പദങ്ങളുടെ വിസർജനാവയവം ഏതാണ്? ഓപ്ഷൻ ഡി മാൽപീജിയൻ നാളികൾ. മാൽപീജിയൻ നാളികളാണ് ഷഡ്പദങ്ങളുടെ വിസർജനാവയവം. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹമായി അറിയപ്പെടുന്നത് ഏത്? ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം. ഓപ്ഷൻ എ ജുഗ്നു. ജുഗ്നു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം. ചന്ദ്രനിൽ പതാക നാട്ടിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ചന്ദ്രനിൽ പതാക നാട്ടിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഓപ്ഷൻ സി നാലാമത്തെ. ചന്ദ്രനിൽ പതാക നാട്ടിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം. ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം. ഓപ്ഷൻ സി ഹർമാട്ടൻ. ഹർമാട്ടൻ ആണ് ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം. രുക്മിണി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമേത്? രുക്മിണി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമേത്? ഓപ്ഷൻ ഡി ജിസാറ്റ് 7. ജിസാറ്റ് 7 ആണ് രുക്മിണി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹം. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണം. പോളിത്തീൻ, പോളിസ്റ്റർ, PVC, പോളിമേഡ് തന്നിരിക്കുന്നവയിൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണം. ഓപ്ഷൻ ബി പോളിസ്റ്റർ. പോളിസ്റ്റർ ആണ് തന്നിരിക്കുന്നവയിൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണം. കൗരവ പാണ്ഡവ യുദ്ധത്തിൻ്റെ അനുകരണമായ കേരളീയ കലാരൂപം ഏത്? കൗരവ പാണ്ഡവ യുദ്ധത്തിൻ്റെ അനുകരണമായ കേരളീയ കലാരൂപം. ഓപ്ഷൻ ഡി വേലകളി. വേലകളിയാണ് കൗരവ പാണ്ഡവ യുദ്ധത്തിൻ്റെ അനുകരണമായ കേരളീയ കലാരൂപം. ലോകത്തിലെ തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമായി അറിയപ്പെടുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമായി അറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി കലാംസാറ്റ് V2. കലാംസാറ്റ് V2 ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമായി അറിയപ്പെടുന്നത്. 95% കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി. 95% കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി. ഓപ്ഷൻ ബി ആന്ത്രസൈറ്റ്. ആന്ത്രസൈറ്റ് ആണ് 95% കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി. ഉത്തര മധ്യ റെയിൽവേയുടെ ആസ്ഥാനം ഏത്? ഉത്തര മധ്യ റെയിൽവേയുടെ ആസ്ഥാനം. ഓപ്ഷൻ ബി അലഹബാദ്. അലഹബാദ് ആണ് ഉത്തര മധ്യ റെയിൽവേയുടെ ആസ്ഥാനം. വനസ്പതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം. വനസ്പതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം. ഓപ്ഷൻ സി ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ് വനസ്പതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം. ISROയുടെ ആസ്ഥാന മന്ദിരം ഏത് പേരിൽ അറിയപ്പെടുന്നു? ISROയുടെ ആസ്ഥാന മന്ദിരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി അന്തരീക്ഷ് ഭവൻ. അന്തരീക്ഷ് ഭവൻ എന്നാണ് ISROയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത്.
ഇന്ത്യ, റഷ്യ എന്നിവ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ശാസ്ത്രീയ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏതായിരുന്നു? ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ശാസ്ത്രീയ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ ബി യൂത്ത് സാറ്റ്. യൂത്ത് സാറ്റ് ആണ് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ശാസ്ത്രീയ വിദ്യാഭ്യാസ ഉപഗ്രഹം. ഇന്ത്യയുടെ പ്രഥമ കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ഇന്ത്യയുടെ പ്രഥമ കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ഓപ്ഷൻ സി അഞ്ചാം പദ്ധതി. അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയുടെ പ്രഥമ കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചത്. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം. ഓപ്ഷൻ എ മാർബിൾ. മാർബിൾ ആണ് തന്നിരിക്കുന്നവയിൽ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെട്ടത്. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെട്ടത്. ഓപ്ഷൻ സി കട്ടക്കയം ചെറിയാൻ മാപ്പിള. കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെട്ടത്. വിവാഹവും വിവാഹമോചനവും ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ വരുന്ന വിഷയമാണ്? വിവാഹവും വിവാഹമോചനവും ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ വരുന്ന വിഷയമാണ്? ഓപ്ഷൻ ബി കൺകറന്റ് ലിസ്റ്റ്. വിവാഹവും വിവാഹമോചനവും ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന വിഷയമാണ്. ഏത് ജീവിതശൈലി രോഗത്തിൻ്റെ വകഭേദങ്ങളാണ് ഗൈനോയിഡ്, ആൻഡ്രോയിഡ് എന്നിവ? ഏത് ജീവിതശൈലി രോഗത്തിൻ്റെ വകഭേദങ്ങളാണ് ഗൈനോയിഡ്, ആൻഡ്രോയിഡ് എന്നിവ? ഓപ്ഷൻ സി പൊണ്ണത്തടി. ജീവിതശൈലി രോഗമായ പൊണ്ണത്തടിയുടെ വകഭേദങ്ങളാണ് ഗൈനോയിഡ്, ആൻഡ്രോയിഡ് എന്നിവ. സ്വന്തമായി ഇൻ്റർനെറ്റ് സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? സ്വന്തമായി ഇൻ്റർനെറ്റ് സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ഓപ്ഷൻ എ കേരളം. കേരളമാണ് സ്വന്തമായി ഇൻ്റർനെറ്റ് സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. റിംഗ് ഓഫ് ഫയർ അഥവാ അഗ്നിവളയം എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത പ്രദേശം ഏത് സമുദ്രത്തിലാണ്? റിംഗ് ഓഫ് ഫയർ അഥവാ അഗ്നിവളയം എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത പ്രദേശം ഏത് സമുദ്രത്തിലാണ്? ഓപ്ഷൻ ഡി ശാന്തസമുദ്രം. റിംഗ് ഓഫ് ഫയർ അഥവാ അഗ്നിവളയം എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത പ്രദേശം ശാന്തസമുദ്രത്തിലാണ്. ആനക്കൊമ്പൻ ഏത് വിളയുടെ നാടൻ ഇനത്തിന് ഉദാഹരണമാണ്? ആനക്കൊമ്പൻ ഏത് വിളയുടെ നാടൻ ഇനത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ ഡി വെണ്ട. വെണ്ടയുടെ നാടൻ ഇനമാണ് ആനക്കൊമ്പൻ. കോശാസ്ഥിക്കൂടം എന്നറിയപ്പെടുന്നത് ഏത്? കോശാസ്ഥിക്കൂടം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ സി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശാസ്ഥിക്കൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം. ഓപ്ഷൻ ഡി പൊലി. പൊലിയാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം. എലോ റേറ്റിംഗ് എന്നത് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എലോ റേറ്റിംഗ് എന്നത് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ചെസ്. ചെസ് കളിയുമായിട്ടാണ് എലോ റേറ്റിംഗ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്ന പ്രദേശമേത്?
പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ ഡി പുനലൂർ. പുനലൂരാണ് പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്ന പ്രദേശം. കേരള സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കേരള സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ബി ഒക്ടോബർ 13. ഒക്ടോബർ 13 കേരള സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് കാണപ്പെടുന്നത് ഏത് ഗ്രന്ഥിയിലാണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് കാണപ്പെടുന്നത് ഏത് ഗ്രന്ഥിയിലാണ്? ഓപ്ഷൻ എ പാൻക്രിയാസ്. പാൻക്രിയാസ് ഗ്രന്ഥിയിലാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് കാണപ്പെടുന്നത്. നെഫ്രോളജി ഏത് ശരീരഭാഗത്തെക്കുറിച്ചുള്ള പഠനമാണ്? നെഫ്രോളജി ഏത് ശരീരഭാഗത്തെക്കുറിച്ചുള്ള പഠനമാണ്? ഓപ്ഷൻ സി വൃക്ക. വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. ജലത്തിൽ ലയിക്കുന്ന ജീവകം ഏതാണ്? തന്നിരിക്കുന്നവയിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകം. ഓപ്ഷൻ ബി വൈറ്റമിൻ സി. വൈറ്റമിൻ സി ആണ് തന്നിരിക്കുന്നവയിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകം. കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യ വില്ലേജ് ഏത്? കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യ വില്ലേജ്. ഓപ്ഷൻ എ ഒല്ലൂക്കര. ഒല്ലൂക്കര വില്ലേജാണ് കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യ വില്ലേജ്. മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നത് എന്നാണ്? മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ബി ഡിസംബർ 10. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നത്. പാളികളായി രൂപപ്പെടുന്ന ശിലകൾ ഏത്? പാളികളായി രൂപപ്പെടുന്ന ശിലകൾ. ഓപ്ഷൻ സി അവസാദ ശിലകൾ. അവസാദ ശിലകളാണ് പാളികളായി രൂപപ്പെടുന്ന ശിലകൾ. മുറിവുകളിൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന ജനിതക രോഗം. മുറിവുകളിൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന ജനിതക രോഗം. ഓപ്ഷൻ എ ഹീമോഫീലിയ. ഹീമോഫീലിയയാണ് മുറിവുകളിൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന ജനിതക രോഗം. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം ഏത്? ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം. ഓപ്ഷൻ എ ടിൻ. ടിന്നാണ് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം. കേരളത്തിലെ ആദ്യ ജൈവഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യ ജൈവഗ്രാമം. ഓപ്ഷൻ ബി ഉടുമ്പന്നൂർ. ഉടുമ്പന്നൂറാണ് കേരളത്തിലെ ആദ്യ ജൈവഗ്രാമം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവനകൾ ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്നത് രവിയാണ്. കശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ഝലം. ദുൽഹസ്തി പവർ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ചെനാബ് നദിയിലാണ്. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി 1, 2, 3. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും തന്നെ ശരിയായ പ്രസ്താവനകളാണ്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിൻ്റെ സാന്ദ്രത കുറയുന്നു. ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. അഡ്ഹീഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക താഴ്ച ഉണ്ടാകുന്നു. ഒരു കുഴലിനകത്തെ ദ്രാവകത്തിൻ്റെ ഭാരത്തെ താങ്ങി നിർത്തുന്ന ബലമാണ് അഡ്ഹീഷൻ ബലം.
തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. അഡ്ഹീഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക താഴ്ച ഉണ്ടാകുമെന്ന പ്രസ്താവനയാണ് തെറ്റായത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നിലവിൽ വന്നത് 1969 കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നടപ്പിലാക്കുന്ന സമയത്തെ റവന്യൂ മന്ത്രി KD ജേക്കബാണ്. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം ഭരണഘടനയുടെ 9ാമത് പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 17ാമത് ഭേദഗതിയാണ്. തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ പ്രസ്താവന. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നടപ്പിലാക്കുന്ന സമയത്ത് റവന്യൂ മന്ത്രി KD ജേക്കബാണ്. ദയാഹർജി തീർപ്പ് കൽപ്പിക്കുക എന്നത് ആരുടെ ചുമതലയാണ്? ദയാഹർജികളിൽ തീർപ്പ് കൽപ്പിക്കുക എന്നത് ആരുടെ ചുമതലയാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി. ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുക എന്നത് രാഷ്ട്രപതിയുടെ ചുമതലയാണ്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയേത്? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല. ഓപ്ഷൻ എ പ്രാഥമിക മേഖല. പ്രാഥമിക മേഖലയാണ് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല. കടയ്ക്കൽ വിപ്ലവം നയിച്ചത്? കടയ്ക്കൽ വിപ്ലവം നയിച്ചത്? ഓപ്ഷൻ ഡി ഫ്രാങ്കോ രാഘവൻ പിള്ള. ഫ്രാങ്കോ രാഘവൻ പിള്ളയാണ് കടയ്ക്കൽ വിപ്ലവം നയിച്ചത്. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം? ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം? ഓപ്ഷൻ സി ഇന്ദിര പോയിന്റ്. ഇന്ദിര പോയിന്റ് ആണ് ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത്? വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത്? ഓപ്ഷൻ സി ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത്. ഒരു സ്കൂൾ തുറക്കുന്നത് ആരാണോ അയാൾ ഒരു ജയിൽ അടയ്ക്കുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടത്? ഒരു സ്കൂൾ തുറക്കുന്നത് ആരാണോ അയാൾ ഒരു ജയിൽ അടയ്ക്കുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടത്? ഓപ്ഷൻ എ വിക്ടർ ഹ്യൂഗോ. വിക്ടർ ഹ്യൂഗോ ആണ് ഒരു സ്കൂൾ തുറക്കുന്നത് ആരാണോ അയാൾ ഒരു ജയിൽ അടയ്ക്കുകയാണെന്ന് അഭിപ്രായപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 265 ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 265 ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ഡി നികുതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 265 ബന്ധപ്പെട്ടിരിക്കുന്നത് നികുതിയുമായിട്ടാണ്. ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചത്? ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ബി സൂററ്റ്. സൂററ്റിലായിരുന്നു ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചത്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏത്? ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏതാണ്? ഓപ്ഷൻ ബി കരിമ്പ്. കരിമ്പാണ് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം? ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം? ഓപ്ഷൻ ബി മാൻഡിൽ. മാൻഡിലാണ് ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം.
ദേശീയ സമരകാലത്ത് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. ദേശീയ സമരകാലത്ത് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ് ദേശീയ സമരകാലത്ത് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.